എളുപ്പത്തിൽ മെഡിറ്റേഷൻ പഠിക്കാൻ പറ്റിയ 2 പുസ്തകങ്ങളാണ് നമ്മൾ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. സോ ആദ്യത്തെ പുസ്തകം ഇതാണ്. ഓഷോയുടെ മെഡിറ്റേഷൻ ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഫ്രീഡം എന്ന് പറഞ്ഞ ഈ പുസ്തകമാണ് ആദ്യത്തെ പുസ്തകം നമുക്ക് കാണിക്കാനുള്ളത് നിങ്ങളെ. അതായത് ഇത് പറയുകയാണെങ്കിൽ വളരെ മെഡിറ്റേഷൻ്റെ ഒരു കോംപ്രഹെൻസീവ് ടെക്സ്റ്റ് എന്ന് തന്നെ പറയാൻ പറ്റും. ഒരു ബിഗിനറായിട്ടുള്ള ആൾക്ക് ഒരു മെഡിറ്റേഷൻ അപ്രോച്ച് ചെയ്യുമ്പോൾ വേണ്ട കാര്യങ്ങളെല്ലാം തൊട്ട് പലതരം മെഡിറ്റേഷൻ മെത്തേഡ്സ്, മെയിനായിട്ട് ഓഷോ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഓഷോ മെഡിറ്റേഷൻസ് ആണ് ഈ ബുക്കിൽ ഉള്ളത്. അദ്ദേഹത്തിൻ്റെ മെഡിറ്റേഷൻസ് ആണ് മെയിനായിട്ട് കൊടുത്തിരിക്കുന്നത്. അത് കൂടാതെ കുറച്ച് വേറെ ഷോർട്ട് മെഡിറ്റേഷൻസും ഒക്കെ ഇതിൽ പറയുന്നുണ്ട്. സോ എന്താണ് മെഡിറ്റേഷൻ്റെ പിന്നിലുള്ള സയൻസ്, മെഡിറ്റേഷന് ആവശ്യമായ പല കാര്യങ്ങൾ, അങ്ങനെ മെഡിറ്റേഷനെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങൾ, അങ്ങനെ പലതും, അങ്ങനെ മെഡിറ്റേഷൻ്റെ ഒരു മെഡിറ്റേറ്റീവ് ലൈഫിന് വേണ്ട എല്ലാ കാര്യങ്ങളും തന്നെ അടങ്ങിയിരിക്കുന്ന ഒരു കോംപ്രഹെൻസീവ് ടെക്സ്റ്റ് തന്നെയാണിത്. മെഡിറ്റേഷൻ ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഫ്രീഡം എന്ന് പറഞ്ഞ ഈ ബുക്ക് ഓഷോയുടെ. സോ നിങ്ങൾക്ക് മെഡിറ്റേഷൻ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ബുക്ക് വാങ്ങിക്കാവുന്നതാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ ഇനി അടുത്ത ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഓഷോയുടെ തന്നെ ദ ബുക്ക് ഓഫ് സീക്രട്സ് എന്ന് പറയുന്ന ഒരു പുസ്തകമാണ് അടുത്തത് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇറ്റ്സ് എ ബിഗ് ടെക്സ്റ്റ് ആണ്. ഏകദേശം ഒരു 1300 പേജസിലധികം വരുന്ന ഒരു വലിയൊരു ടെക്സ്റ്റ് തന്നെയാണ് ദ ബുക്ക് ഓഫ് സീക്രട്സ് എന്ന് പറഞ്ഞ ഓഷോയുടെ പുസ്തകം. സോ ഇത് ആക്ച്വലി എന്ന് പറയുന്നത് ഒരു കമൻട്രി ആണ്. അതായത് വിഗ്യാൻ ഭൈരവ തന്ത്ര എന്ന് പറഞ്ഞൊരു ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ഉണ്ട്. അതിൽ 112 മെഡിറ്റേഷൻ ടെക്നിക്സ് അടങ്ങിയിരിക്കുന്ന ഒരു ടെക്സ്റ്റാണ് വിഗ്യാൻ ഭൈരവ തന്ത്ര എന്ന് പറയുന്നത്. സോ ആ ഒരു 112 മെഡിറ്റേഷൻസിൻ്റെ എക്സ്പ്ലനേഷനാണ് ഈ ഒരു ബുക്ക് ഓഫ് സീക്രട്സ് എന്ന് പറഞ്ഞ ഓഷോയുടെ ഈ പുസ്തകം എന്ന് പറയുന്നത്. ഓഷോ നൽകിയിരിക്കുന്ന ഒരു കമൻട്രിയാണ് ഈ ഒരു ബുക്കിൻ്റെ ഫോമിലേക്ക് ആക്കിയിരിക്കുന്നത്. അദ്ദേഹം നൽകിയിട്ടുള്ള കമൻട്രിയാണ്. സോ ഈ 112 മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു സൂത്ര ഫോംസിലാണ് അത് എക്സിസ്റ്റ് ചെയ്തിരുന്നത് വിഗ്യാൻ ഭൈരവ തന്ത്ര എന്ന ടെക്സ്റ്റിൽ. സോ സൂത്രാസ് ആയതുകൊണ്ട് നമ്മൾ എല്ലാവർക്കും അത് മനസ്സിലാവണമെന്നില്ല. സോ അതൊരു ഡീപ്പ് എക്സ്പ്ലനേഷൻ അതിൻ്റെ ആവശ്യമുണ്ട്. ഒരു ബിഗിനറായിട്ടുള്ള ആളെ സംബന്ധിച്ച് ഒരു എക്സ്പ്ലനേഷൻ വേണം. എങ്കിലും മാത്രമേ മെഡിറ്റേഷനെ കുറിച്ച് എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. സോ അതുകൊണ്ട് ആ സൂത്രാസ് ഓഷോ ബ്രേക്ക് ചെയ്ത് അതിനെ ഒരു ഈസി ഫോമിലേക്ക് ആക്കിയതാണ് ഈ ഒരു ടെക്സ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ വിഗ്യാൻ ഭൈരവ തന്ത്രയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ആക്ച്വലി എന്ന് പറയുന്നത് ശിവൻ്റെ മെഡിറ്റേഷനാണ്. ശിവൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്, ലോർഡ് ശിവ, നമ്മൾ ദൈവമായി കാണുന്ന ആ ലോർഡ് ശിവ ഡിസൈൻ ചെയ്തിരിക്കുന്ന ആ ഒരു മെഡിറ്റേഷനാണ് വിഗ്യാൻ ഭൈരവ തന്ത്രയിലുള്ളത്. പുള്ളി ഡിസൈൻ ചെയ്തിരിക്കുന്ന പുള്ളിയാണ് അതിൻ്റെ ഫൗണ്ടർ ഓഫ് ഓൾ ദീസ് 112 മെത്തേഡ്സ് ഓഫ് മെഡിറ്റേഷൻസ് ഇൻ വിഗ്യാൻ ഭൈരവ തന്ത്ര എന്ന് പറയുന്നത്. സോ ഈ ഒരു ടെക്സ്റ്റിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ ഇത് ഇങ്ങനെയാണ്. അതായത് ലൈക്ക് ശിവനും ദേവിയും തമ്മിലുള്ള ഒരു കോൺവെർസേഷനിൽ നിന്നാണ് ഈ ഒരു വിഗ്യാൻ ഭൈരവ തന്ത്രം ഉണ്ടായെന്നാണ് പറയുന്നത്. അതായത് ദേവി ചോദിക്കുന്നു ശിവനോട്, എന്താണ് ഈ ലൈഫ്, എന്താണ് ഈ എക്സിസ്റ്റൻസ്, എന്താണ് ഈ ലൈഫിൻ്റെ ആ ഒരു സീക്രറ്റ്സ്, ലൈഫിൻ്റെ മിസ്റ്ററി എന്താണ്, ഡെത്തിന് ശേഷം എന്താണ്, മരണത്തിന് ശേഷം എന്താണ് ശരിക്കും, ഞാനെന്ന് കഴിഞ്ഞാൽ ഈ ശരീരവും മനസ്സിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ, എന്താണ് റിയാലിറ്റിയുടെ ഒരു എസൻസ്, എന്താണ് റിയാലിറ്റി ശരിക്കും, എന്താണ് ഈ ലൈഫ്, എന്താണ് ഈ വാസ്റ്റ് യൂണിവേഴ്സ് എന്നൊക്കെ പല ചോദ്യങ്ങൾ ദേവി മുന്നോട്ട് വെക്കുമ്പോൾ അതിനുള്ള ഉത്തരമായാണ് ശിവൻ ഈ 112 മെഡിറ്റേഷൻ ദേവിക്ക് നൽകുന്നത്. അപ്പോൾ ശിവൻ പറയുന്നു ഈ 112 മെഡിറ്റേഷനിൽ ഏതെങ്കിലും ഒരു ടെക്നിക്ക് ദേവി ഫോളോ ചെയ്യുകയാണെങ്കിൽ ദേവിക്ക് ആ ഒരു ലൈഫിൻ്റെ സത്യം എന്താണ്, വാട്ട് ഈസ് ട്രൂത്ത്, എന്താണ് റിയാലിറ്റിയുടെ ആ ഒരു എസൻസ് എന്താണെന്ന് ദേവിക്ക് തിരിച്ചറിയാൻ സാധിക്കും. അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ മെഡിറ്റേഷൻ ചെയ്യാം, അങ്ങനെയും പറയുന്നുണ്ട്. സോ അതിനുള്ള ദേവിയുടെ ആ ഒരു ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ ഒരു വിഗ്യാൻ ഭൈരവ തന്ത്ര എന്ന് പറയുന്നത്, അതിനകത്തുള്ള 112 മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. സോ ഇത് വളരെ വാസ്റ്റ് ആയിട്ടുള്ളൊരു ടെക്സ്റ്റാണിത്. ആസ് എ കമൻട്രി ഓഫ് ഓഷോയുടെ ബുക്ക് ഓഫ് സീക്രട്സ് എന്ന് പറയുന്നത് വളരെ വാസ്റ്റാണ്. അതിൽ നിങ്ങൾക്ക് ഒരുപാട് മെഡിറ്റേഷൻസ് ഉണ്ട്. ഉള്ളത് തിരഞ്ഞെടുത്ത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് വിഗ്യാൻ ഭൈരവ തന്ത്രയിൽ നിന്നുള്ളത്. പിന്നെ പറയുകയാണെങ്കിൽ ഇത് വളരെ ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു മോഡേൺ ആയിട്ടുള്ള നമ്മുടെ ജനറേഷനിലുള്ള ആൾക്കാർ ഡയറക്റ്റ്ലി വിഗ്യാൻ ഭൈരവ തന്ത്ര ബുക്ക് ഓഫ് സീക്രട്സിലെ ഈ ഒരു മെത്തേഡ്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സൈക്കോളജിക്കൽ റിപ്രഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, ഒരുപാട് ആങ്കർ അല്ലെങ്കിൽ ഒരുപാട് ഇഫ് യു ആർ റിപ്രസ്ഡ് ഇൻസൈഡ്, ഒരുപാട് റിപ്രഷൻസ് ഉണ്ടെന്ന് ഫീൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ, ഒരുപാട് ടെൻഷൻസ് ഒക്കെ ഇൻറ്റേർണലി ഉണ്ടെങ്കിൽ ആദ്യമേ ഓഷോ മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്തിട്ട്, അതായത് ഓഷോ മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു കണ്ടംപററി ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി ഓഷോ ഡിസൈൻ ചെയ്തിരിക്കുന്നത്, അതായത്
കഥാർട്ടിക് ടെക്നിക്സ് ഒക്കെ ഉണ്ട്, നമ്മുടെ റിപ്രഷൻസ് ഒക്കെ കളയാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഓഷോ മെഡിറ്റേഷൻസ് എന്ന് പറയുന്നത്. സോ ഓഷോ മെഡിറ്റേഷൻസ് ചെയ്തിട്ട് അതിനുശേഷം നേരെ നമ്മൾ ബുക്ക് ഓഫ് സീക്രറ്റ്സിലെ വിജ്ഞാൻ ഭൈരവതന്ത്രയിലേക്ക് വരുന്നതായിരിക്കും ബെറ്റർ. കാരണം വിജ്ഞാൻ ഭൈരവതന്ത്ര ഒരു വേറൊരു ഒരു കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്സ് ആണ്. ഒരു സിമ്പിൾ സ്റ്റേറ്റ്, ഒരു ഇന്നസെൻറ്റ് സ്റ്റേറ്റിൽ അത് പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടി ബെറ്റർ വിജ്ഞാൻ ഭൈരവതന്ത്ര ടെക്നിക്സ്. എങ്കിൽ അത് വർക്കൗട്ടുള്ളൂ എന്നാണ് ഓഷോ തന്നെ പറഞ്ഞിരിക്കുന്നത്. സോ ആദ്യമേ ഓഷോ മെഡിറ്റേഷൻസ് ചെയ്തിട്ട് ബുക്ക് ഓഫ് സീക്രറ്റ്സിലേക്ക് വരുന്നതായിരിക്കും ബെറ്റർ. ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ യു. ഓരോരുത്തരെയും വ്യത്യസ്തമാണ്. ഓരോരുത്തർ ഇപ്പോൾ നിങ്ങളൊരു ഇന്നസെൻ്റ് ആയിട്ടുള്ള ആളാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ഈസി ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ബുക്ക് ഓഫ് സീക്രറ്റ്സിലേക്ക് വരാം. അതിലെ ടെക്നിക്സ് ട്രൈ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ബിക്കോസ് ഇഫ് യു ഡോണ്ട് ക്യാരി മച്ച് ഡിപ്രഷൻസ് ഇറ്റ് ബിക്കംസ് ഈസിയർ ടു ഫോളോ ദ മെത്തേഡ്സ് ഇൻ ബുക്ക് ഓഫ് സീക്രറ്റ്സ്. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യു. സോ ഈ 2 ടെക്സ്റ്റാണ് മെഡിറ്റേഷൻ വളരെ സിമ്പിളായിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന 2 ടെക്സ്റ്റാണ് ഇത് രണ്ടും. സോ നിങ്ങൾക്ക് ഇത് രണ്ടും ചൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ലിങ്ക്സ് നേരത്തെ പറഞ്ഞ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ ദാറ്റ്സ് ഇൻ ദിസ് വീഡിയോ. താങ്ക് യു.